അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, തൻസീൽ ഓൺലൈൻ ഖുർആൻ പാരായണ കോഴ്സിൻ്റെ 3ാമത്തെ ക്ലാസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ആയത്തുകൾ 7, 8, 9, മുൽക്ക് സൂറത്തിലെ 7, 8, 9 എന്നീ ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം അതിൻ്റെ പാരായണത്തിലേക്ക് കടക്കാം. അതിനുശേഷം അതിലേറ്റവും പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. അപ്പോൾ ഇദാ ഉൽഖൂ ഫീഹ, മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് അടുത്ത കലിമത്തിലായിട്ട് വന്നതുകൊണ്ട്, അടുത്ത പദത്തിലായി വന്നതുകൊണ്ട് ഇവിടുത്തെ മദ്ദിൻ്റെ പേര് മദ് മുൻഫസ്ലി എന്നാണ് പറയുക. അഥവാ ഇത് നീട്ടേണ്ട ഖദർ എന്ന് പറയുന്നത് 7 ഹർക്കത്തിൻ്റെ ഖദർ, അതല്ലെങ്കിൽ 3.5 അലിഫിൻ്റെ ഖദർ എന്ന് മറ്റൊരു ഭാഷയിൽ പറയാം. അത്രയാണ് നീട്ടേണ്ടത്. ഇത് നീട്ടൽ നിർബന്ധമുള്ള സ്ഥലമല്ല, നീട്ടൽ അനുവദനീയമായിട്ടുള്ള ജായിസായിട്ടുള്ള, വേണമെങ്കിൽ നീട്ടാം നീട്ടാതിരിക്കാം, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് മദ് മുൻഫസിലിൻ്റെ സ്ഥലമെന്ന് പറയുന്നത്. അപ്പോൾ ഇദാ ഉൽഖൂ ഫീഹ, അതുപോലെ സമിഉ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. ഇവിടെ ഷഹീഖൻ വഹിയ തഫൂർ, അവിടെയാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. ഷഹീഖൻ വഹിയ എന്ന് പറയുമ്പോൾ ഇവിടെ തൻവീന് ശേഷം വാവ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇദ്ഗാമും ബിഗുന്ന എന്നാണ് പറയുക. അഥവാ ആ തൻവീനിന് ശേഷമുള്ള വാവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് മണിക്കലോടുകൂടെ ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതിനാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഷഹീഖൻ വഹിയ, ആ തൻവീനെ കളഞ്ഞുകൊണ്ട് ആ തൻവീനിന് ശേഷമുള്ള വാവിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഷഹീഖൻ വഹിയ തഫൂർ, അതുപോലെ വഹിയ തഫൂർ, അവിടെ ശ്രദ്ധിക്കാനുള്ളത് ത ഉച്ചരിക്കുമ്പോൾ നമുക്കറിയാം അത് ലേറ്റായിട്ടുള്ള അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ടഫൂർ എന്ന് പറയരുത്, തഫൂർ എന്നാണ് ഓതേണ്ടത്. അതുപോലെ തഫൂർ എന്ന് പറയുമ്പോൾ അവിടുത്തെ മദ്, ആയത്തുകളുടെയൊക്കെ അവസാനങ്ങളിൽ വരുന്ന മദ്ദിനാണ് മദ് ആറിൽ എന്ന് പറയുന്നത്. അഥവാ മദ്ദക്ഷരത്തിന് ശേഷം ഇവിടെ വാവ്, ആ വാവിന് ശേഷം വഖഫിനാൽ സുക്കൂന് പുതുതായിട്ട് ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ആറിൽ എന്ന് പറയുന്നത്. ഇത് വഖഫുകളിൽ മാത്രമേ വരികയുള്ളൂ. ഇവിടെ 6 ഹർക്കത്ത് വരെ നീട്ടാവുന്ന സ്ഥലമാണ്. അതുപോലെ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ തകാദു തമയ്യസു മിനൽ ഗൈദ്. അപ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിക്കാനുള്ളത് തകാദു തമയ്യസു മിനൽ ഗൈദ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മദ് ഗൈദ് എന്ന് നാം വഖഫ് ചെയ്യുമ്പോൾ അവിടെ വരുന്നൊരു മദ്ദിനാണ് മദ് ലീൻ എന്ന് പറയുന്നത്. അതായത് ലീൻ അക്ഷരത്തിന് ശേഷം വഖഫ് ചെയ്യുമ്പോൾ ആ വായിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് പുതുതായിട്ട് വരികയാണ്. അങ്ങനെയുള്ള അപ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ലീനി എന്ന് പറയുക. മദ് ലീനിൻ്റെ പ്രത്യേകത മദ് ആർല് പോലെയല്ല, ലീൻ അക്ഷരത്തിന് ശേഷം സുക്കൂന് വരണം, ശേഷമുള്ള അക്ഷരത്തിൽ സുക്കൂന് വരികയാണ് വേണ്ടത്. ലീനക്ഷരം എന്ന് പറഞ്ഞാൽ വാവോ അല്ലെങ്കിൽ യാഓ സുക്കൂനുള്ളതായിട്ട് വരികയും അതിനു മുമ്പ് ഉള്ള അക്ഷരത്തിന് ഹർക്കത്ത് ഫത്ഹ് ആവുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള അക്ഷരത്തിനാണ് മദ് ലീൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഗൈദ് എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള യാഇന് മുമ്പ് ഉള്ള അക്ഷരത്തിന് ഗൈനിന് ഫത്ഹാണുള്ളത്, അതിനാണ് ലീനിൻ്റെ അക്ഷരം എന്ന് പറയുക. അതിനുശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് പുതുതായിട്ട് ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ലീൻ എന്ന് പറയുന്നത്. ഈ മദ് ലീന് 2 അതല്ലെങ്കിൽ 4, 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ്. പക്ഷേ 2 ഹർക്കത്തിൻ്റെ ഖദർ നീട്ടലാണ് ഏറ്റവും നല്ലത്. ഇനി
കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ഇവിടെ കുല്ലമാ ഉൽഖിയ, ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് അടുത്ത പദത്തിലായിട്ട് വന്നു. ഒരേ പദത്തിലല്ല, അടുത്ത പദത്തിലായിട്ട് വന്നതുകൊണ്ട് അവിടുത്തെ മദ്ദിന് പറയുന്ന പേരാണ് മദ് മുൻഫസ്ലി എന്നാണ് പറയുക. അവിടെ 7 ഹർക്കത്തിൻ്റെ ഖദർ, അതല്ലെങ്കിൽ 3.5 അലിഫിൻ്റെ ഖദർ നീട്ടൽ ജായിസായിട്ടുള്ള സ്ഥലമാണ്. അഥവാ നിർബന്ധമല്ല, വേണമെങ്കിൽ നീട്ടാം, നീട്ടാതിരിക്കാം. അതുപോലെ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും, ഫൗജുൻ സഅലഹും, ഇവിടെ തെൻവീന് ശേഷം സീന് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇഖ്ഫ എന്നാണ് പറയുക. അഥവാ ആ തെൻവീനിനെ നമ്മൾ മറച്ച് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫൗജുൻ മൂക്ക് കൊണ്ട് മണിക്കുക, ഫൗജുൻ സഅലഹും. അതുപോലെ സഅലഹും ഖസനതുഹ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഖാ വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇദ്ഹാറാണ്. അഥവാ വെളിവാക്കിയിട്ട് തന്നെ ആ മീമിനെ ഉച്ചരിക്കേണ്ട, മണിക്കാതെ ഉച്ചരിക്കേണ്ട സ്ഥലമാണ്. സഅലഹും ഖസനതുഹ, അല്ലാതെ സഅലഹും ഖസനതുഹ എന്ന് ഓതാൻ പാടില്ല. അതുപോലെ അടുത്ത ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് ഖസനതുഹ അലം യഅതികും, ഖസനതുഹ അലം. ഇവിടെയും മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് അടുത്ത പദത്തിലായിട്ട് വന്നതുകൊണ്ട് ഇവിടുത്തെ മദ്ദിന് മദ് മുൻഫസ്ലി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഖസനതുഹ എന്നുള്ള അലിഫിന് ശേഷം ഹംസ് മറ്റൊരു പദത്തിൻ്റെ തുടക്കത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നതുകൊണ്ട് മദ് മുൻഫസ്ലി എന്നാണ് പേര് പറയുക. അതിൻ്റെ നീട്ടേണ്ട ഖദർ എന്ന് പറയുന്നത് 7 ഹർക്കത്തിൻ്റെ ഖദർ, അതല്ലെങ്കിൽ 3.5 അലിഫിൻ്റെ ഖദർ നീട്ടൽ അനുവദനീയമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഖസനതുഹ അലം യഅതികും നദീർ, അലം യഅതികും. അലം യഅതികും എന്ന് പറയുമ്പോൾ യഅതികും എന്ന് പറ്റ അയച്ചുകൊണ്ട് യഅതികും എന്ന് ഓതാൻ പാടില്ല. മറിച്ച് യഅതികും, യഅതികും എന്നാണ് ഓതേണ്ടത്. അലം യഅതികും. അതുപോലെ യഅതികും നദീർ, യഅതികും നദീർ എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള മീമിന് ശേഷം നൂന് വന്നതുകൊണ്ട് അവിടെയും നിയമം ഇദ്ഹാറാണ്. അവിടെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് യഅതികും നദീർ. അതുപോലെ നദീർ എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള യാഇന് ശേഷം വഖഫ് കൊണ്ട് റാഇന് സുക്കൂന് വന്നതുകൊണ്ട് ആ റാഇൻ്റെ നിയമം തർക്കീക്കാണ്. അപ്പോൾ നേർപ്പിച്ചുകൊണ്ട് നദീർ എന്നാണ് ഓതേണ്ടത്, നദീർ എന്നല്ല. വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ആർദ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിനാൽ പുതുതായിട്ട് സുക്കൂന് പുതുതായിട്ട് വരികയാണ്. അത് റായിൽ വന്നു ഇവിടെ. അപ്പോൾ നദീർ, നദീർ, അവിടെയുള്ള മദ്ദിന് മദ് ആർദ് എന്ന് പറയുക. അത് 6 ഹർക്കത്ത് വരെ നീട്ടാവുന്ന സ്ഥലമാണ്. അതുപോലെ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ. ഇവിടെ ഖാലു എന്നൊക്കെ പറയുമ്പോൾ ഖാഫ് നമുക്കറിയാം കലക്കലത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ അത് നേരെ വ്യക്തമായിട്ട് തന്നെ കേൾക്കണം. ഖാലു, കാലു എന്ന് കാഫായി മാറരുത്. ഖാലു, ഖാഫിൻ്റെയും കാഫിൻ്റെയും മഖറജ് വ്യത്യസ്തമായിട്ട് തന്നെ കേൾക്കേണ്ടതുണ്ട്. അതുപോലെ ബലാ ഖദ് ജാഅനാ, ജാഅന എന്ന് പറയുമ്പോൾ അവിടുത്തെ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് അതേ പദത്തിൽ തന്നെ വന്നതുകൊണ്ട് അവിടെ വരുന്ന മദ്ദിനാണ് മദ് മുത്തസ്ലി എന്ന് പറയുന്നത്. അഥവാ നിർബന്ധമായിട്ടും 7 ഹർക്കത്ത് നീട്ടേണ്ട 3.5, അതായത് 3.5 അലിഫിൻ്റെ ഖദർ നീട്ടേണ്ട സ്ഥലമാണ് ഖദ് ജാഅന. അതായത് മദ്ദക്ഷരത്തിന് ശേഷം ഹംസ് അതേ കലിമത്തിൽ തന്നെ അതേ പദത്തിൽ തന്നെ വന്നാൽ ഉണ്ടാകുന്ന മദ് മുത്തസിൽ, അതിൻ്റെ നിയമം നിർബന്ധമാണ് നീട്ടൽ. അതുപോലെ ഖദ് ജാഅനാ നദീറുൻ, നദീറുൻ ഫകദ്ദബ്നാ. ഇവിടെ നദീറുൻ ഫകദ്ദബ്ന, ഇവിടെ തെൻവീന് ശേഷം ഫ വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇഖ്ഫ ആണ്. അഥവാ ആ തെൻവീനിനെ മറച്ച് മണിച്ചുച്ചരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നദീറുൻ, നദീറുൻ, ആ തെൻവീനെ നമ്മൾ മൂക്ക് കൊണ്ട് മണിച്ച് ഉച്ചരിക്കുകയാണ് വേണ്ടത്. നദീറുൻ ഫകദ്ദബ്ന. അതുപോലെ ഫകദ്ദബ്ന, ആ ബാ സുക്കൂണുള്ള ബാ ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഫകദ്ദബ്ന എന്ന് ഓതരുത്. ഫകദ്ദബ്ന എന്ന് ഓതാതെ അവിടെ കൽക്കലത്തിൻ്റെ അക്ഷരമാണ് ബാ. അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തമായിട്ട് തന്നെ കേൾക്കണം. ഫകദ്ദബ്ന. അതുപോലെ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ,
മാ നസ്സലല്ലാഹു മിൻ ഷൈ. മിൻ ഷൈ എന്ന് പറയുമ്പോൾ സുക്കൂണുള്ള നൂനിന് ശേഷം ഷീന് വന്നുകൊണ്ട് അവിടുത്തെ നിയമം ഇഖ്ഫ ആണ്. അവിടെ മറച്ച് മണിച്ചുച്ചരിക്കുകയാണ് വേണ്ടത് ആ നൂനിനെ. അപ്പോൾ മിൻ ഷൈ എന്നാണ് പറയുക. അതുപോലെ ഷെയ് എന്ന് നമ്മൾ നിർത്തുകയാണെങ്കിൽ അവിടെ വരുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദ് ലീനാണ് അവിടുത്തെ വരുന്ന മദ്. അഥവാ ലീനക്ഷരത്തിന് ശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് കൊണ്ട് സുക്കൂന് പുതുതായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ലീൻ എന്ന് പറയുക. നേരത്തെ സൂചിപ്പിച്ചു മദ് ലീൻ എന്ന് പറയും, ലീനക്ഷരം എന്ന് പറയുമ്പോൾ വാവോ അല്ലെങ്കിൽ യാ-ഓ സുക്കൂനുള്ളതായിട്ട് വരികയും അതിനു മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനാണ്, അങ്ങനെയുള്ളതിനാണ് ലീനിൻ്റെ അക്ഷരം എന്ന് പറയുന്നത്. ആ ലീനിൻ്റെ അക്ഷരമാണ് ഇവിടെ യാ. അതിനുശേഷമുള്ള അക്ഷരത്തിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂന് പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ലീൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നീട്ടേണ്ടത് 2 അതല്ലെങ്കിൽ 4, 6 ഹർക്കത്ത് വരെയൊക്കെ നീട്ടാവുന്നതാണ്. പക്ഷേ 2 ഹർക്കത്ത് നീട്ടലാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇത് വരുന്നത് ഈ മദ് ലീനായാലും മദ് ആർലായാലും ഇതൊക്കെ വഖഫ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വരുന്നത്. അതല്ലാത്ത അവസരങ്ങളിൽ അത് കൂട്ടി ചേർത്തി ഓതുമ്പോഴാണെങ്കിൽ ആ മദ് വരുന്നില്ല. അപ്പോൾ وَقُلْنَا مَا نَزَّلَ اللَّهُ مِن شَيْءٍ إِنْ أَنْتُمْ. അപ്പോൾ ചേർത്തി ഓതുമ്പോൾ ആ മദ് അവിടെ ഉണ്ടാവുന്നില്ല. അതുപോലെ മിൻ ഷൈഇൻ ഇൻ അൻതും അവിടെ തെൻവീന് ശേഷം ഷൈഇൻ എന്നുള്ള തെൻവീന് ശേഷം ഹംസ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇദ്ഹാറാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെളിവാക്കേണ്ട സ്ഥലമാണ് മിൻ ഷൈഇൻ ഇൻ അൻതും എന്നാണ് പറയേണ്ടത്. അതുപോലെ ഇൻ അൻതും അവിടെയും തന്നെ സുക്കൂനുള്ള നൂനിന് ശേഷം ഹംസ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമവും ഇദ്ഹാറാണ്. അവിടെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് ഇൻ. ആ നൂനിനെയും അതിനു മുമ്പുള്ളതിൽ തെൻവീനിനെയും ഒക്കെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ് ഇൻ അൻതും. അതുപോലെ അൻതും എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂനിന് ശേഷം താ വന്നുകൊണ്ട് അവിടുത്തെ നിയമം ഇഖ്ഫ ആണ്. ആ നൂനിനെ മറച്ച് മണിച്ചുച്ചരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അപ്പോൾ എങ്ങനെ ഓതൽ ഇൻ അൻതും. ആ നൂനിന് നമ്മൾ ഉച്ചാരണത്തിൽ വരുന്നില്ല, അതിനെ നമ്മൾ മറച്ച് മണിക്കുകയാണ്. അതുപോലെ ഇൻ അൻതും ഇല്ലാ ഫി. അൻതും ഇല്ല അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഹംസ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇദ്ഹാറാണ്. അവിടെയും തന്നെ ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഇവിടെ ളലാലിൻ കബീർ തെൻവീന് ശേഷം ലാമിലുള്ള തെൻവീന് ശേഷം കാഫ് വന്നതുകൊണ്ട് അവിടുത്തെ നിയമം ഇഖ്ഫ ആണ്. അവിടെയും മറച്ച് മണിച്ച് ആ തെൻവീനിനെ മറച്ച് മണിച്ചുച്ചരിക്കുകയാണ് വേണ്ടത്. ളലാലിൻ കബീർ. അതുപോലെ ഇവിടുത്തെയും റാഇൻ്റെ നിയമം തർക്കീക്കാണ്. നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തർക്കീക്കാണ്. അത് നേർപ്പിച്ച് കബീർ എന്നാണ് ഓതേണ്ടത്, കബീർ എന്നല്ല. അതുപോലെ ഇവിടുത്തെ മദ്ദിന് പറയുന്നതാണ് മദ് ആരിൽ. വഖഫിനാൽ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിനാൽ സുക്കൂന് പുതുതായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ് ആരിൽ എന്ന് പറയുന്നത്. അവിടെ നീട്ടേണ്ടത് 6 ഹർക്കത്ത് വരെ നീട്ടാവുന്നതാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ 3 ആയത്തുകൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ 3 ആയത്തുകൾ ഒന്നുകൂടെ നമുക്ക് ഓതി നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഓതുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ അടുത്ത ആയത്തുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.